എസ് കെ മറ്റേതെന്തോ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാലേ 23 ഇതര സംസ്ഥാനക്കാരെ പരമാവധി കയറ്റാമെന്നാണ് പറയുന്നത്. നടുഭാഗത്തിന് തുഴഞ്ഞത് 45 ഇതര സംസ്ഥാനക്കാരെന്താണ് അവിടെ ഞാൻ മിണ്ടാതിരിക്കുന്നു. ഞാൻ എടുത്തോളാം കുറച്ച് നേരമായി. പ്രശ്നമുണ്ടെന്നറിയോ? ഒരു സ്പോർട്ട് ഇവന്റ് തുടങ്ങിയാല് ആ ഇവന്റ് റിസൾട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ കാര്യമില്ല. കാരണം അനുവദനീയമായ അതിൽ ഇടപെടൽ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്നത് 23 ബംഗാളികളെ പരമാവധി ഉപയോഗിക്കാം, ഇതര സംസ്ഥാനക്കാരെ പരമാവധി ഉപയോഗിക്കാം. 23 പക്ഷെ നടുഭാഗത്തിൽ തുഴഞ്ഞ 45 ഇതര സംസ്ഥാനക്കാരെന്നാണ് പരാതി. PBCയും UBCയും പുറമെ നിരണം ബോട്ട് ക്ലബ്ബ് കൂടി പരാതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഫൈനലിൽ മത്സരിക്കുന്ന നടുഭാഗം ഒഴിച്ചുള്ള ബാക്കി 3 ടീമും ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതൊരു അപൂർവമായ സംഗതിയാണ് സ്കേൻ. എന്ത് സംഭവിക്കാം, ഈ പരാതി കേൾക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഫൈനലിസ്റ്റുകളെ ബാക്കി 3 പേർക്ക് ഒരു പരാതി കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് വലിയ സംഭവമാണ്, അസാധാരണമാണ്. മാത്രമല്ല കേരളത്തിന്റെ എല്ലാ മേഖലയിലേക്കും ബംഗാളികൾ കയറി കഴിഞ്ഞു. അതുകൊണ്ട് ഇതര സംസ്ഥാനക്കാരുണ്ടോ സ്കേൻ? അത് ഉറപ്പായുണ്ട്. തൃണമൂൽ കോൺഗ്രസ് എല്ലാ വാർഡിലും യൂണിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതെ, അത് മാത്രമല്ല സ്കേൻ, അവരോട് ഇവിടെ വോട്ട് ചേർക്കാനാ പുതിയ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഞങ്ങൾ വോട്ട് ചേർക്കാൻ പണി വാളും. PVNമാർ അറിഞ്ഞില്ലയോ? പുള്ളിക്ക് ഇങ്ങോട്ടൊന്ന് വരാമായിരുന്നു അല്ലേ? വോട്ടും ചേർന്നുണ്ട് ഇവിടെ. ഒരു വോട്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നടക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാത്തിരിക്കുക, പ്രിയപ്പെട്ട പ്രേക്ഷകരെ പോലെ നമ്മളും കാത്തിരിക്കുക. പുന്നമടക്കായൽ നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ ഈ പൂരം ജലമേളയിലെ ഏറ്റവും വലിയ പൂരം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജലമേള ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, 100% നെഹ്റു ട്രോഫി വള്ളംകളി. സ്പോൺസർഡ് ബൈ മ്യൂച്വൽ ഫണ്ട്. നല്ലതാണ്, ശരിയാണ്, മ്യൂച്വൽ ഫണ്ട് ശരിയാണ് എന്ന് മാത്രമല്ല അദാനി സിമന്റ്. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പ്രായോജകർക്കും നന്ദി. ഈ ജലമേള വലിയ വിജയമായി കൊണ്ടിരിക്കുന്നു. മാത്രമല്ല തെളിഞ്ഞ ആകാശം, ഇടയ്ക്കിടെ ഈ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ചില്ലറ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ മഴയും കാറ്റും മഞ്ഞും ഒന്നും ഈ പുന്നമടക്കായലിൽ ഒരു വിഷയമേ അല്ല. പുന്നമടക്കായലിൽ പാഞ്ഞു പോകുന്ന ചുണ്ടൻ വള്ളങ്ങൾ, ആരാണ് ജലരാജാവെന്നറിയാനുള്ള ആവേശം മാത്രമേ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളൂ. ഫൈനൽ ഇപ്പോൾ നടക്കുകയാണ്. വള്ളങ്ങളെ കുറിച്ചൊന്ന് പറയണം. അത് പഴയ രാജാവിന്റെ യുദ്ധകാല സമയത്ത് കുക്കന്മാരായിരുന്നു, പാചകക്കാരായിരുന്നു, വർഷം കൊണ്ടുപോകുന്ന വള്ളങ്ങളാണ്. മാത്രമല്ല ഇവർക്കാണെങ്കിൽ ഈ ചെറിയ ഇടവഴികളിൽ നിന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ബുദ്ധിയുള്ള കരുത്തൊക്കെയുള്ള ചെറിയ ചെറിയ വള്ളങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള തന്ത്രങ്ങളുള്ള വള്ളമാണ്, ഡിപ്ലോമാറ്റിക് വള്ളമാണ്, ചെറിയ വള്ളമാണ്. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് സ്കേൻ അതിനകത്ത്. അതാ വരുന്നുണ്ട് അവിടെ വെപ്പ് സി ഗ്രേഡ് വള്ളങ്ങൾ. കാണുന്നത് വെപ്പ് വള്ളങ്ങളുടെ മത്സരമാണ്. നമ്മുടെ യഥാർത്ഥത്തില് ഇത് അത്ര വലിയ മത്സരമാണോ എന്ന് ചോദിച്ചാലല്ല. ആ നടുഭാഗം ചുണ്ടലിലെ തുഴച്ചിലുകാരുടെ ID കാർഡുകൾ പരിശോധിക്കുകയാണ്. ഇപ്പോ അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ ഇതര സംസ്ഥാനക്കാർ ഉണ്ടെങ്കിൽ ഫൈനലിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്തേക്കും എന്ന വാർത്ത വരുന്നുണ്ട്. നടുഭാഗത്തെ അങ്ങനെയാണെങ്കിൽ ദ ബെസ്റ്റ് ടൈമിൽ ആദ്യം വന്ന നടുഭാഗമാണ്, ഒരുപക്ഷെ കപ്പടിച്ചേക്കാൻ നടുഭാഗമാണ്. അങ്ങനെ ഈ പറഞ്ഞ പരാതിയുടെ പേരിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അത് വലിയ നിയമ പോരാട്ടത്തിൽ പിന്നെയും പോകാൻ ഒരു സംശയമില്ല. കാര്യത്തിൽ വലിയ തർക്കവും വലിയ പ്രശ്നം ഉണ്ടാവും, നോ ഡൗട്ട്. എന്തായാലും അങ്ങനെ പ്രശ്നങ്ങളില്ലാതെ നെഹ്റു ട്രോഫി ജലമേള അവസാനിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. അതെ.